ഹായ് ഗൈസ്, വെൽക്കം ടു പുതിയ ദിവസം. പെങ്ങളൊട്ട് മെട്രോ കയറിയിട്ടില്ലായിരുന്നു. നാട്ടിൽ ഓട്ടോറിക്ഷ കയറിയിരിക്കണം, പക്ഷെ മെട്രോയിൽ തന്നെ കയറിയിട്ടില്ല. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കും, പക്ഷേ ഈ പീക്കിരി പൈതങ്ങളെ നോക്കലാണ് പണി. അങ്ങനെ മെട്രോ വന്നപ്പോൾ തന്നെ ഓളെ ഫസ്റ്റ് കിളി പോയിക്കണ്. മെട്രോ നീങ്ങാൻ തുടങ്ങിയ മുതൽ ഞാൻ ഓളെ വീഡിയോ എടുത്തിട്ട് ഓളെ വിറ്റ് കണ്ടന്റ് ആക്കാൻ തുടങ്ങി. അങ്ങനെ മെട്രോ ഇതിനൊക്കെ പാടെ പെറുക്കിയെടുത്തിറങ്ങി നമ്മൾ നേരെ പോയത് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒരു പെങ്ങളുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, എന്നാൽ ഓളപ്പം തന്നെ ഈ വീഡിയോയിൽ മെൻഷൻ ആക്കി. അളിയനും പെങ്ങളും കൊണ്ട് ഇതേമാതിരി ഓരോ പ്രൊഡക്ട്സ് പുറത്തിറക്കുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ അതിനൊക്കെ നോക്കേണ്ടത് ഇന്ന പോലത്തെ ഓരോ ആംഗ്ലമാരും. ദീദി ദുബായിലെത്തിയത് മുതലുണ്ട് നീലക്കുയിൽ എടുക്കണമാര് ഓരോ വീഡിയോ ഒപ്പി എടുക്കണം. പക്ഷേ ഫോണിന്റെ സ്റ്റോറേജ് ഫുള്ളാവുന്നല്ലാതെ ഓളെ മൊബൈലിൽ ഒറ്റ വീഡിയോ പോലും ഞാൻ പുറത്ത് കണ്ടിട്ടില്ല. എന്നിട്ട് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിന്റെ ഉള്ളിൽ കയറി ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വട്ടം കണ്ട് ഞെട്ടിയത് നിങ്ങൾ ഞെട്ടിക്കോളി. അവിടെ റോബോട്ടൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കും, പക്ഷെ എനിക്ക് എന്റെ മാന ചായനെ പറ്റുള്ളൂ. അവിടെ ഞാൻ റോബോട്ടിക്സ് ആയെന്ന് പോയി കുടിച്ചില്ല. ദാഹിച്ചിട്ട് കുടിച്ചാൽ വെള്ളം വെച്ചപ്പോൾ ദീദിന്റെ അടുത്ത് ആകളുടെ കുട്ടികളെ കുപ്പിയും ഗതികെട്ട സെൽ ബാറ്ററി കുട്ടിക്കുപ്പിയിലും കുടിച്ചു പറഞ്ഞ മാതിരി ഞാൻ ആ പഴയ നേഴ്സറിക്കാരനായി ഏത് ടൗസർ ഇട്ട വർഷി എന്റെ കുപ്പി ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. പെങ്ങളെ ചേർത്തു. ദീദിയാണെങ്കിലും നടന്നപ്പോൾ പുട്ടിയൊക്കെ പോയി ഇറങ്ങാണ്ട് രണ്ട് മക്കൾക്കും പിന്നെ പുട്ടി വാരി വിതറണു. പിന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഏതൊരു മൊട്ടത്തല ഇംഗ്ലീഷുകാർ അതിന്റെ മുന്നിൽ നിന്ന് തല കുത്തി നിൽക്കണേ. പിന്നുണ്ട് ഒരു ജംബോ സർക്കസിലേക്ക് നിൽക്കണേ, അതിന് കാലൊക്കെ തലന്റെ മേലെ പൊക്കി നിൽക്കണേ. എത്തപ്പത് ഇംഗ്ലീഷുകാർക്ക് മാത്രം പറ്റുള്ളൂ, ഇന്ത്യ കുട്ടികളൊക്കെ അങ്ങനെ നിൽക്കട്ടേന്ന്. അവിടെ നിൽക്കുമ്പോൾ ഒരു വണ്ടി കണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പുതിയാപ്പിള്ളപ്പം പോകാൻ ഒരു മഹല്ലും വണ്ടി ഉണ്ടാവില്ല, അതേമാതിരി തലാക്കിന് വലിയ വണ്ടി. ഇവിടെ അമ്മാനെക്കാട്ടി വലുപ്പേ കൊണ്ടിട്ട് ഉമ്മാനൊക്കത്തെ കയറുള്ളൂ. ഒരു മൊയന്തി ഇംഗ്ലീഷുകാര്. ഇത് കഴിഞ്ഞ് നമ്മൾ ടാക്സി എടുത്ത് നേരെ സിറ്റി വാക്ക് പോയി. അവിടെ നിന്നാക്കണ പോത്തുമാരി വലുപ്പമുള്ള ഓരോ കുട്ടികളൊക്കെ ആനപ്പുറത്തിരിക്കണ്. നമ്മളെ നാട്ടിൽ ഉമ്മറാക്കാനെ കൊട്ടോട്ടർഷ വരെ വെള്ളപ്പൈൻ അടിച്ചിരിക്കണം. ഐരാവതമാരി ഇവിടെ നിർത്തിച്ചിരിക്കണ്. ഒരുത്ത മുന്നിക്കോണിന് പകരം ചക്രസുമ പിന്നിക്കോണ്. അവസാനം ഈ ചാറ്റിക്ക് പോയാവോ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യാ, എല്ലാവരും ദുആ ചെയ്യാ, ഫോളോ ചെയ്യാ.